നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മന്ത്രി റോഷി അഗസ്റ്റിനെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചു. ഇതോടെ LDFിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് ഇടുക്കി വേദിയായത്. റോഷി അഗസ്റ്റിൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയുടെ കട്ടപ്പനയിലെ സമാപന വേദിയിലായിരുന്നു അപ്രതീക്ഷിത പ്രഖ്യാപനം. ഇടുക്കിയുടെ വികസന നായകൻ റോഷി തന്നെയായിരിക്കുമെന്നും മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ബദലായി മറ്റൊരു പേരില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. പ്രതീക്ഷിച്ച തീരുമാനമാണ് റോഷിയുടെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥിത്വമെങ്കിലും മുന്നണിയിലെ ഔദ്യോഗിക ചർച്ചകൾ അവസാനിക്കും മുന്നേയുള്ള ജോസ് കെ മാണിയുടെ പരസ്യ പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു. സംസ്ഥാനത്ത് ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം നേരിടാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ക്ഷാമം തടയാൻ മുൻഗണനാക്രമം നിശ്ചയിക്കാനും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. വ്യാവസായിക ഗാർഹിക ഉപയോഗങ്ങൾക്കാവശ്യമായ പാചകവാതക സിലിണ്ടറുകളുടെ ദിനംപ്രതിയുള്ള ഉപഭോഗം, വിതരണം എന്നിവ നിരീക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. CPI പുറത്താക്കിയ CC മുകുന്ദൻ MLA കോൺഗ്രസ് നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുകുന്ദൻ വിമാനമാർഗം ഡൽഹിക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രിയോടെ ഡൽഹിയിലെത്തും. നാളെ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തും. അമ്പലപ്പുഴ മോഡൽ നാട്ടികയിലും വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ വികാരം മറികടന്ന് സീറ്റ് നൽകാനാണ് നീക്കം. CC മുകുന്ദനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ചർച്ച നടത്തും. KC വേണുഗോപാൽ CC മുകുന്ദനുമായി ചർച്ച നടത്തും. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് ആഗ്രഹമെന്നും ഭീഷണിയുണ്ടായാൽ ഭയപ്പെടാതെ നേരിടുമെന്നും CC മുകുന്ദൻ MLA നേരത്തെ വ്യക്തമാക്കിയിരുന്നു. G സുധാകരനെതിരെ ജന്മനാട്ടിൽ CPIM പ്രകടനം. ചാരുമൂട്ടിൽ നിന്നും കരിമുളയ്ക്കൽ ഭുവനേശ്വർ രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് പ്രകടനം നടന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവൻ, ചാരുമൂട് ഏരിയ സെക്രട്ടറി B ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. 100 കണക്കിന് പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ഇന്ന് ഉച്ചയോടെയാണ് താൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് G സുധാകരൻ പ്രഖ്യാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ താൻ ഒന്നും പറയില്ലെന്നും ആരെയും വ്യക്തിഹത്യ ചെയ്യില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വാമനപുരം കണിച്ചോട് 1 വയസ്സുകാരുടെ മരണത്തിൽ അമ്മ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്നതാണെന്നാണ് അമ്മ അശ്വതിയുടെ മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടതിനെ തുടർന്നാണ് പോലീസും ആശുപത്രി അധികൃതരും സംഭവത്തിൽ ദുരൂഹത സംശയിച്ചത്. അശ്വതി മുമ്പ് വിഷാദരോഗ ലക്ഷണങ്ങളുണ്ടായ വ്യക്തിയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. അശ്വതിയുടെയും സുഭാഷിന്റെയും മകൾ പവിത്ര ക്രൂര കൊലപാതകത്തിനാണ് ഇരയായത്. വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ തൊഴിലുറപ്പിന് പോയി തിരികെ വന്ന അമ്മൂമ്മ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞു പായൽ നിലത്ത് കിടക്കുകയായിരുന്നു. 1 വയസ്സും 1 മാസവും മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം. ചലനമറ്റ നിലയിൽ കിടന്ന കുഞ്ഞിനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു.